സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. SFIക്കാർക്ക് അനക്കം വെച്ചു. ഒപ്പം മറ്റു ചില രാഷ്ട്രീയ നാവുകൾക്കും. ക്രൈസ്തവ മാനേജ്മെൻറ്റിന് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതിയിൽ ദുഃഖകരമായത് സംഭവിച്ചപ്പോൾ, മറ്റു ചിലയിടങ്ങളിൽ ദുരൂഹമായ പലതും സംഭവിപ്പിച്ചപ്പോൾ അവരത് അറിഞ്ഞില്ല. ഇനി സംഭവിച്ചാലും അറിഞ്ഞെന്നു വരില്ല. ആത്മഹത്യയായി കാണപ്പെട്ട ഒരു മരണത്തിനു പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് കരുതാൻ വ്യക്തമായ സൂചന മുന്നേ ഉണ്ടായിരുന്ന കേസിലും അവർ വാ തുറന്നില്ല. അന്നവർ പോയി കയ്യും കാലും പൂട്ടി ശിശിര നിദ്ര പൂണ്ടു. കുറ്റം പറയുന്നില്ല, അത് പ്രീണന രാഷ്ട്രീയം. അവരെ പറയാൻ നിവൃത്തിയില്ലാത്തവർക്ക് നാവുരാകാൻ വേറെ ഇടം വേണം. നിലനിൽപ്പിന് വേണ്ടി പകരം എവിടെയെങ്കിലും വീര്യം കാട്ടണം. ആ വീര്യം കാട്ടൽ കണ്ടു. അമൽ ജ്യോതി ക്യാമ്പസിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ അവിടെ SFI നടത്തിയത് രാഷ്ട്രീയ ജീവന നാടകമെന്ന് കരുതാം. ഇനി അതിരുവിടുന്നില്ലെങ്കിൽ ക്യാമ്പസിനുള്ളിൽ സ്ഥിരം ലാവണം ഉറപ്പിക്കാനും സംഘടനയുടെ അധീശത്വം അവിടെ എന്നേക്കുമായി സ്ഥാപിക്കുവാനും സ്ഥാപനത്തെ ദുർബലപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് വകവെച്ചു കിട്ടുമെന്ന് അവർ കരുതാതിരിക്കട്ടെ. ഇതുവരെ പറഞ്ഞത് ഒരു ദൗർഭാഗ്യ സംഭവത്തിൻ്റെ പേരിൽ SFI നടത്തിയ മുതലെടുപ്പ് നീക്കത്തെക്കുറിച്ച് മാത്രം. അവരുടെ ആകുലത ജീവനഷ്ടത്തെയോ വിദ്യാർത്ഥിനിയുടെ മരണത്തെയോ മാതാപിതാക്കൾക്കുണ്ടായ നിത്യ ദുഃഖത്തെയോ കുറിച്ചല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടും. ശ്രദ്ധ സതീഷ് എന്ന 2ാം വർഷ വിദ്യാർത്ഥിനിയുടെ മരണം ഇങ്ങനെയൊരു വിവാദം മാത്രമായി കണ്ടാൽ മതിയോ സമൂഹം? വിദ്യാർത്ഥിനിയെയും കുടുംബത്തെയും സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായതാണ് സംഭവിച്ചത്. അമൽ ജ്യോതിയിൽ ഇത് ആദ്യമാകാം, പക്ഷേ കേരളത്തിൽ ചെറുപ്രായക്കാർ ജീവനൊടുക്കുന്ന എത്രയോ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ അധികൃതർ ഡിസിപ്ലിൻ നടപ്പാക്കുന്നു എന്നതിൻ്റെ പേരിൽ ഓടിപ്പോയി ജീവൻ കളയുന്ന രീതിയിലേക്ക് എങ്ങനെ ചെറുതലമുറ മാറുന്നു? അമൽ ജ്യോതിയിൽ സംഭവിച്ചതും അതാണോ? പ്രതിഷേധക്കാരുടെ നിഗമനമല്ല, അന്വേഷണമാണ് വസ്തുത തെളിയിക്കേണ്ടത്. കോളേജ് അധികൃതർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി കഴിഞ്ഞു. ഒരു കാര്യം സമ്മതിക്കാം, ശിക്ഷണം നടപ്പാക്കുന്ന എല്ലായിടത്തും എല്ലാവരും ഒരേ മാനസികാവസ്ഥയും പരിശീലനവും ഉള്ളവരാകില്ല. പഠനത്തിലെ വീഴ്ചയ്ക്കും ശിക്ഷണക്കുറവിനും പാത്രമറിയാതെ കഠിനമായി പ്രതികരിച്ചിരുന്നവരാണ് പഴയ തലമുറകളിലെ ചില അധ്യാപകരും അധികാരികളും. അത്തരം ബോധനങ്ങളെയും പ്രതികരണങ്ങളെയുമാണ് പോയിസണസ് പെഡഗോജി എന്ന് വിശേഷിപ്പിക്കുക. അവ നിരവധി പേരെ അവരറിയാതെ ആന്തരികമായി തളർത്തിയിട്ടുണ്ട്. ഇത്തരക്കാർ ഇന്നുമുണ്ട്. ഇക്കാര്യത്തിൽ ഫാദർ CP വർക്കി SJ ഹാൻഡിൽ വിത്ത് കെയർ എന്ന പുസ്തകത്തിലൂടെയും അതിൻ്റെ മലയാളം പതിപ്പിലൂടെയും കുട്ടികളെക്കുറിച്ച് കേരള സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം വളരെ പ്രസക്തമാണ്. ശിക്ഷണം നടപ്പാക്കൽ പോയിസണസ് പെഡഗോജിയായി മാറിക്കൂടാ എന്നതാണ് എല്ലാ അധ്യാപകർക്കും അധികാരികൾക്കും ആവശ്യമായ അറിവ് എന്നു കരുതി അച്ചടക്കത്തിൻ്റെ ഏതു വാക്കിനും നോക്കിനും മുമ്പിൽ ജീവനെടുക്കുന്നതാണോ ഇന്നത്തെ പ്രവണത? ആണെങ്കിൽ കാരണം വേറെയാണ് തിരയേണ്ടത്. പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്കില്ലെങ്കിൽ, തോറ്റുപോയാൽ, ആരെങ്കിലും പരിഹസിച്ചാൽ, ഏതെങ്കിലും ആവശ്യം നിരസിക്കപ്പെട്ടാലൊക്കെ ജീവനൊടുക്കുന്നു. ഇതേ തലമുറക്കാരാണ് കോളേജ് അച്ചടക്ക നടപടിയുടെ പേരിലും പലയിടത്തും കടുംകൈ ചെയ്യുന്നത്. ഏതൊരു ഇച്ഛാഭംഗത്തിനും, ഏതൊരു ശാസനയ്ക്കും, ഏതൊരു ശിക്ഷണ നടപടിക്കും മറുപടി ആത്മഘാതനമാണെന്ന് ആരാണ് അവരുടെ മനസ്സുകളോട് പറഞ്ഞു കൊടുക്കുന്നത്? അമൽ ജ്യോതിയിലെ ദുഃഖിതരായ വിദ്യാർത്ഥികളുടെ ക്ഷോഭ പ്രകടനത്തിൽ ഒരു കാര്യം കേട്ടു. അക്കാദമിക ലക്ഷ്യത്തിനപ്പുറം കോളേജ് ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ മോഹിച്ചാണ് തങ്ങൾ അവിടെ ചെന്നതെന്ന്, അതെല്ലാം വിലക്കപ്പെട്ടു എന്ന്. ഇതാണ് കോളേജിനോടുള്ള കുറ്റപ്പെടുത്തൽ. അർത്ഥം വ്യക്തമാണ്. നവയൗവനക്കാർ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യവും അന്തരീക്ഷവും അവിടെ കിട്ടുന്നില്ലെന്ന്.
മാതാപിതാക്കളോടും സമൂഹത്തോടും ഉത്തരം പറയേണ്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് നിയന്ത്രണങ്ങളെയെല്ലാം അനാവശ്യമെന്ന് കരുതുന്ന പ്രായക്കാരെ തൃപ്തിപ്പെടുത്താനാകുക? എങ്ങനെയാണ് അറ്റൻഡൻസ് ഇല്ലാത്തതടക്കം അത്തരം വീഴ്ചകളെല്ലാം അനുവദിച്ചു കൊടുക്കാനാകുക? മയക്കുമരുന്ന് മുതൽ നിരവധി വിപത്തുകൾ ക്യാമ്പസിലേക്ക് കടന്നു കയറാൻ സജ്ജമായി നിലകൊള്ളുന്നു. ചപല പ്രണയത്തിൻ്റെ പേരിൽ പോലും ചെറുപ്പക്കാർ, വിദ്യാർത്ഥി പ്രായക്കാർ തന്നെ ജീവൻ എടുക്കുകയും ജീവൻ ഒടുക്കുകയും ചെയ്യുന്നത് കേരളം എത്ര തവണ കണ്ടു? അതിലെവിടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം? കുഴപ്പത്തിൽ പെടില്ല എന്നുറപ്പിച്ച് ആരെയാണ് ശ്രദ്ധിക്കാതെ വിടാൻ കോളേജ് അധികൃതർക്ക് കഴിയുക? ഏതു ദുരന്തവും പിടികൂടാൻ ഇടയുള്ള പ്രായക്കാരെ ശാസനയും അച്ചടക്ക നടപടിയും കൊണ്ടല്ലാതെ ഏതു മാന്ത്രിക വടികൊണ്ട് സുരക്ഷിതരാക്കാനാണ് കോളേജ് അധികാരികൾക്ക് ശ്രമിക്കാനാകുക? സദാ പ്രിയം പറഞ്ഞ് അച്ചടക്കത്തിനുള്ള ശിക്ഷണവും ശാസനയും നടപ്പാക്കാൻ കഴിയില്ല. അത്തരം നടപടികൾ വീട്ടിലറിയുന്നതിനോടുള്ള ഭയവും മനക്ഷോഭവുമാണ് ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ കടും കൈക്ക് കാരണമെങ്കിൽ ആ ഭീതി യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ കുറിച്ചല്ലേ? മക്കൾ തെറ്റുപറ്റാത്തവരാണെന്ന് മാതാപിതാക്കൾ കരുതിയാലും അവർ കോളേജിലെ ശിക്ഷണ നടപടിക്ക് വഴങ്ങാൻ പാടുള്ളവരല്ല എന്ന ചിന്ത മക്കളിൽ സൃഷ്ടിച്ചാലും ഫലം ദോഷകരമായിരിക്കും. വീട്ടിലറിയുന്നതിനെക്കുറിച്ചുള്ള ഭീതി ഇത്ര മാത്രമെങ്കിൽ ഇന്നാട്ടിലെ മാതാപിതാക്കളല്ലേ പലതിനും ഉത്തരം പറയേണ്ടത്? ആത്മഹത്യാശ്രമം കുറ്റകരമല്ലെന്ന് പരമോന്നത കോടതി വിധിച്ചതിന് ചെറുപ്രായക്കാരുടെ ജീവനൊടുക്കലിൽ പ്രഭാവമുണ്ടോ? ജീവിതാന്തത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ബോധ്യമില്ലാതെ പോകുന്നതാണോ കുഴപ്പം? മുതിർന്നവരുടെ സമൂഹം ഇതിൽ നിശ്ചയമായും ഉത്തരവാദിയാണ്. കടക്കെണിയുടെയും കേസിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് കർഷകരടക്കം എത്രയോ മുതിർന്നവരാണ് ജീവനൊടുക്കിയിട്ടുള്ളത്. മക്കൾക്ക് ഭാരമാകാനില്ലെന്ന് പറഞ്ഞ് ജീവനൊടുക്കിയ ഡോക്ടർ ദമ്പതികൾ എന്ത് സന്ദേശമാണ് അവശേഷിപ്പിച്ചത്? ഇതൊന്നും ചെറുതലമുറയ്ക്ക് നൽകുന്നത് ജീവന് വില കൽപ്പിക്കുന്ന പാഠങ്ങളല്ല. ഒരു വേള ആവശ്യമായാൽ ഇത് തങ്ങൾക്കും അവലംബിക്കാവുന്ന വഴിയാണെന്ന സന്ദേശമാണ് അവരുടെ മനസ്സിൽ ഉറയ്ക്കുന്നത്. വൈകാരികതയാൽ ജീവനൊടുക്കുന്നതിന് രണ്ട് പ്രധാന കാരണങ്ങൾ കാണാം: മനക്കരുത്തിൻ്റെ കുറവും ജീവിതത്തെക്കുറിച്ച് മൂല്യബോധമില്ലാത്തതും. ആത്മഘാതനം നിഷിദ്ധവും മരണാനന്തരം കഠിന പീഡയ്ക്ക് കാരണവുമാണെന്ന് കരുതുന്നവയാണ് മിക്ക മതങ്ങളും. പക്ഷേ ഈ ബോധ്യം പുതുതലമുറകൾക്ക് നൽകാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ മരണത്തോടെ എല്ലാം അവസാനിക്കുന്നെന്ന് കരുതുന്നെങ്കിൽ താൽക്കാലികമായ ദുരവസ്ഥയ്ക്ക് പോലും മരണം പരിഹാരമായി കണ്ടെന്നു വരാം. ജീവവിരുദ്ധമായ പ്രകൃതിയുടെ പദ്ധതിക്ക് വിരുദ്ധമായ ഈ ദുരന്തം ക്യാമ്പസുകളിൽ മാത്രമല്ല, എവിടെയും സംഭവിക്കാം. അതറിഞ്ഞ് കരുതലെടുക്കേണ്ടത് സമൂഹമാണ്. സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ നിൽക്കാതെ സമൂഹം അത് ചെയ്യണം. കാരണം അത്രയ്ക്കു വേദനാജനകമാണ് ഓരോ ആളുടെയും സ്വയഹത്യ. തിരുത്താൻ അവസരമില്ലാത്ത പിഴ, പ്രത്യേകിച്ച് തിരിച്ചറിവായിട്ടില്ലാത്ത നവയൗവനക്കാരുടെ ദുരന്തം, മക്കളുടെ നിത്യത എവിടെയെന്നോർത്തുള്ള മാതാപിതാക്കളുടെ ദുഃഖത്തിന് അറുതിയില്ല. അവരുടെ ദുഃഖം ഓർമ്മിക്കുന്നത് പോലും കഠിന വേദന ഉളവാക്കുന്ന അനുഭവം. ഒരിക്കൽ കൂടി അത് സംഭവിക്കാതിരിക്കട്ടെ ഒരിടത്തും. എന്തുകൊണ്ടാണ് ഇസ്ലാമികവാദികൾ ഇത്രയേറെ വിമർശിക്കപ്പെടുന്നത്? മുസ്ലിങ്ങളെന്ന് പൊതുവിലല്ല ഉദ്ദേശിച്ചത്. ഉത്തരം എർദോഗന്റെ മകൾ തന്നു കഴിഞ്ഞു. തുർക്കിയിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തയ്യിബ് എർദോഗന്റെ മകൾ എസ്ര. അവർ പാശ്ചാത്യ ലോകത്തെ വെല്ലുവിളിച്ചു പറയുന്നു, ചന്ദ്രകല പാശ്ചാത്യരുടെ കുരിശിനെ കീഴടക്കുമെന്ന്. ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാത്ത ആരുമില്ലല്ലോ. ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയെ മുസ്ലിം മോസ്കാക്കി മാറ്റിക്കൊടുത്ത അതേ എർദോഗന്റെ പുത്രി. എർദോഗന്റെ ക്രൈസ്തവ വിരുദ്ധതയിലും
ഇസ്ലാമിക ആധിപത്യ ഭാവത്തിലും തീരുന്നില്ല. മകളുടെ പ്രകടനം ക്രൈസ്തവികതയുടെ കുരിശിനെ കീഴടക്കുമെന്ന പരസ്യമായ ഭീഷണിപ്പെടുത്തലിലൂടെ ഇസ്ലാമികവാദികൾ ആരെന്ന് അവർ ഒരിക്കൽ കൂടി കാട്ടിത്തന്നു. ചെകുത്താൻ കുരിശു കണ്ടതുപോലെ എന്ന ചൊല്ല് അനർത്ഥമാക്കിയ വെല്ലുവിളി. കുരിശ് കാണുമ്പോഴുള്ള അതേ വിരുദ്ധതയാണ് കുരിശെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ലോകത്തിന് മുമ്പാകെ പ്രകടമാക്കിയത്. അവരുടെ സങ്കല്പത്തിലെ ദൈവം കുരിശിനെ വെല്ലുവിളിക്കുന്ന ദൈവമാണെന്ന് വ്യക്തം. അത് വെളിപ്പെടുത്തിയത് അവർ തന്നെയാണല്ലോ. റെഡ് ക്രോസിനെ റെഡ് ക്രസന്റ് ആക്കിയത് പഴകാത്തൊരു പഴയ പാഠം. ഇത് എസ്രായുടെ തനത് വിശേഷമല്ല, ഇസ്ലാമികവാദികളുടെ പൊതുവിശേഷം. ഇന്നാട്ടിലെ വരെയും സാധാരണ സമുദായ വിശ്വാസികളെ തീവ്രവാദികളും ഇതര മതങ്ങളുടെ ശത്രുക്കളുമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന അതേ വൈദേശിക തീവ്രവാദത്തിൻ്റെ ഭാവം. എസ്ര പറഞ്ഞത് വെറും വാക്കല്ല. വരാനിരിക്കുന്ന നാളുകളിൽ എർദോഗന്റെ തുർക്കി പ്രതീക്ഷിക്കുകയും മോഹിക്കുകയും ചെയ്യുന്ന കാര്യം യൂറോപ്പിൽ നിന്ന് ക്രൈസ്തവികത തുടച്ചു നീക്കി ഇസ്ലാമിക ആധിപത്യം നടപ്പാക്കുമെന്ന വെല്ലുവിളി. അത് തൻ്റെ ദൈവം ഇതര ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ദൈവമാണെന്ന് എസ്ര സ്വന്തം വാക്കുകളിലൂടെ തെളിയിച്ചു. അതേ ദൈവമാണ് തീവ്രവാദികളിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അവർക്ക് ദൈവികത എന്നാൽ ക്രൈസ്തവികതയെ തുടച്ചു നീക്കലാണ്. അതിനവർക്ക് പദ്ധതിയുമുണ്ടല്ലോ. അഭയാർത്ഥികളായാലും അല്ലാതെയും യൂറോപ്യൻ രാജ്യങ്ങളിൽ കടന്നു കയറി തങ്ങളുടെ എണ്ണം പ്രജനനത്തിലൂടെ വളർത്തി യൂറോപ്യൻ സമൂഹത്തെ കീഴടക്കുക, ക്രൈസ്തവരടക്കം എല്ലാ സമൂഹത്തെയും ന്യൂനപക്ഷമാക്കുക, അമർച്ച ചെയ്യുക, ജനസംഖ്യ വർദ്ധിക്കുന്ന ക്രമത്തിൽ തന്നെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുക, ഒടുവിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കി ഇസ്ലാമിക നിയമം നടപ്പാക്കുക. ശേഷം ചിന്ത്യം. കാരണം നിരവധി രാജ്യങ്ങളുടെ അനുഭവം ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. ഈ പ്രതീക്ഷയിൽ എല്ലായിടത്തെയും ഇസ്ലാമിക സമൂഹത്തെ ചേർത്ത് നിർത്താനും ആവേശം കൊള്ളിക്കാനും ഇസ്ലാമിക സമൂഹത്തിൻ്റെ എണ്ണം കൂടുന്നു എന്ന കണക്ക് പ്രചരിപ്പിക്കുന്നു. കൂടുതൽ മക്കളെ ജനിപ്പിക്കുന്നതിനാലാണ് എണ്ണം കൂടുന്നതെന്ന വസ്തുത പറയാതെ ഗൾഫ് രാജ്യങ്ങളുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഇസ്ലാമിക രാജ്യങ്ങൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നാണ് ചിലരുടെ വാദം. ഗൾഫിലേത് പാശ്ചാത്യരുടെ സഹായത്താൽ എണ്ണ കുഴിച്ചെടുത്ത് സമ്പത്തു നേടിയ രാജ്യങ്ങളാണ്. ഇറാനിൽ സംഭവിച്ചതുപോലെ ഇസ്ലാമിക മതാധിപതികളുടെ അട്ടിമറിക്കുള്ള സാധ്യത പോലും അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുന്നവയാണ് അവിടുത്തെ ഭരണാധികാരികൾ. ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് തന്നെ സാധ്യമാകുന്നത്ര സ്വാതന്ത്ര്യവൽക്കരണം അതിനുള്ള മാർഗം കൂടിയാണ് അവർക്ക്. ഒരിക്കൽ അട്ടിമറി ഭീഷണി ഭയന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇന്നതില്ല. പക്ഷേ തുർക്കിയും എർദോഗനും യൂറോപ്പിൽ ഇസ്ലാമിക ആധിപത്യം എന്ന സ്വപ്നം കണ്ടു തന്നെ ഉറങ്ങുന്നു. ആധിപത്യ സ്വപ്നം ഇവിടേക്കും ഇറക്കുമതി ചെയ്യാനാണ് ഇസ്ലാമികവാദികളുടെ ലക്ഷ്യവും ശ്രമവും. എത്ര മൂടിപ്പിടിച്ചാലും വാക്കിലും ചെയ്തിയിലും അത് പ്രതിഫലിക്കുന്നു. അവർ വിമർശിക്കപ്പെടുന്നതിന് കാരണം പ്രത്യേകം ചെയ്യേണ്ടതുണ്ടോ? എർദോഗന്റെ നീക്കത്തെ പിന്തുണച്ചവർ ഇവിടെയും ഉള്ളപ്പോൾ നാളെ എങ്ങനെ സംശയിക്കാതിരിക്കും? സംശയിക്കുന്നവരെങ്ങനെ പഴിക്കും? കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.